ഞങ്ങൾ ഇന്നലെ ഈ ക്യാമ്പ് സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പിൽ വെച്ച് നമ്മളെടുത്ത തീരുമാനം, പ്രത്യേക ഡൽഹി കോർഡിനേറ്റർ സലീൽ എടുത്ത തീരുമാനപ്രകാരം പെരുന്നാളിന് പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടികളുടെ ആവശ്യപ്രകാരം ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ പെരുന്നാൾ ദിവസമായി ഇന്ന് ഞങ്ങൾ അവർക്ക് 250 പേർക്കുള്ള ഭക്ഷണം ഒരുക്കിക്കൊണ്ട് ഈ ക്യാമ്പ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ക്യാമ്പിൽ വർക്ക് ചെയ്യാനായിട്ട് ഇന്ന് ജാമ്യയിൽ നിന്ന് തന്നെ കുറച്ച് പുതിയ വിദ്യാർത്ഥികൾ കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ സ്വയം അവരെ പരിചയപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ മിഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ തുടക്കം മാത്രമാണത്. ഈ കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ മറ്റുള്ള ഉന്നമനത്തിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കുറച്ച് ചെറുപ്പക്കാർ തയ്യാറായി വന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരായി അവരെ പരിചയപ്പെടുത്തും. ഞാൻ അബ്ദുൽ ഗഫൂർ, ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ സൈക്കോളജി മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ആട് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി. ഞാൻ അമീന, ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ MA സൈക്കോളജി ചെയ്യുന്നു, നാട്ടിൽ കണ്ണൂർ. ഞാൻ അൻസാരി, ജാമിയ മില്ലിയ MA ഹ്യൂമൻ റൈറ്റ്സ് 2ാം വർഷം, ഇവിടെ നാട് കൊച്ചി. ഞാൻ ഷാൽ, നാട് കേരളത്തിൽ മലപ്പുറത്ത് തിരൂരാണ്, ഇവിടെ ജാമ്യയിൽ സൈക്കോളജി. ഞാൻ ജാഫർ, മലപ്പുറത്ത് കൊണ്ടോട്ടിയാണ് വീട്, ഇവിടെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ PG ആണ്, ഇസ്ലാം സ്റ്റഡീസിൽ. ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഹോട്ടലിൽ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മുടെ 3 സഹോദരങ്ങൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അവർ കൂടെ വന്നതിന് ശേഷം നമ്മൾ വിതരണം തുടങ്ങും. നമ്മളെ ഭക്ഷണം പ്രതീക്ഷിച്ച് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് സാഹിർ, ഞാൻ ജാമിയ മില്ലിയ ഇസ്ലാമിയ മാസ്റ്റേഴ്സ് സോഷ്യോളജി. ഞാൻ കോഴിക്കോട്, നാട്ടിൽ. കുറച്ചുകൂടെ ബാക്ക് പോകും. പൈസ ഓരോ കുട്ടികളും ഭക്ഷണത്തിൻ്റെ ഓരോ പൊടികൾക്കായി സ്വന്തം ഇഷ്ടമെല്ലാം നടത്തിക്കുന്നു. ഇന്നലെ പ്ലാൻ ചെയ്തിരുന്ന പ്രകാരം ഇവർക്കുള്ള ഭക്ഷണം അൽഹംദുലില്ലാ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഭക്ഷണത്തിൻ്റെ ചുമതല ഏറ്റ ഗ്രൂപ്പ് ഒരു ഭക്ഷണം തയ്യാറാക്കി ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഇതിന് വിതരണം തുടങ്ങാൻ പോവുകയാണ്. അവരുടെയൊക്കെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്നലെ കെട്ടിയ ഒരു ചെറിയ ഷെഡുണ്ട്. ആ ഷെഡിൽ വെച്ചിട്ടാണ് വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റി ഒട്ടും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കി 3 പാത്രത്തിലായിട്ടാണ് ഫുഡ് കൊണ്ടുവന്നത്. তোমার নাম দূরে ভালো গালা তোমার বাইরে হবির ভাই, হবির ভাই
ക്യൂ കാണുമ്പോൾ മനസ്സിലാവും പെരുന്നാളിന് പോലും ഒരു നല്ല ഭക്ഷണം ഭക്ഷിച്ചിട്ടില്ലാത്തവർക്കാണ് ഈ ഭക്ഷണം ഞങ്ങൾ അടിയന്തരമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരുടെ ഭക്ഷണം വാങ്ങാൻ ഭക്ഷണത്തിന് വളരെ ആർത്തിയുള്ളവരാണ്. നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ കാലമായി പലരും ഇവിടെ സഹായം എത്തിച്ചു എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് നല്ല ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ ഇന്നലെ ഈ ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കി. അത് കാരണമായിട്ടാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിട്ടാണ് ഈ ഭക്ഷണമൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. യഥേഷ്ടമാർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം, കുടുംബത്തിന് സുഭിഷ്ടമായി ഭക്ഷിക്കാനുള്ള ഭക്ഷണം ആദ്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ തിരുവനന്തപുരത്തെ ആലിമീങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഈ ആശയത്തെ ഇവിടെ ശരിക്കും വർക്കൗട്ടാക്കി എടുക്കുക. യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് ജാമിയ മില്ലിയയിലെ സ്റ്റുഡൻസാണ്. കേരളത്തിൽ നിന്ന് പഠിക്കുന്ന നിരവധി സ്റ്റുഡൻസുകൾ ഉണ്ട്. അവരെ വെച്ചുകൊണ്ട് തന്നെ വോളണ്ടിയർ ഉണ്ടാക്കാൻ പറ്റും. ആ വോളണ്ടിയർ വഴി നമുക്ക് നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിൽ അവകാശികളുടെ കയ്യിലെത്തിക്കാം. പലരും പൈസ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു ഒക്കെ ആണെങ്കിലും വളരെ ദൂരെ നിന്നുകൊണ്ട് ദുർഘടം പിടിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് വന്ന് അവർക്ക് ആർക്കാണോ അർഹതപ്പെട്ടവരെ അവർക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ വേറെ എവിടെയെങ്കിലും ദൂരെ ഇരുന്നുകൊണ്ട് എത്തിക്കുന്ന പണം വരുന്നില്ല എന്നാണ് മനസ്സിലായി. ഈ ഭക്ഷണം വരുമ്പോൾ ഇവിടെ കണ്ട ക്യൂ, വാങ്ങാൻ നിൽക്കുന്ന ക്യൂ, ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. ഇത് തീർച്ചയായിട്ടും ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ പ്രതിഫലം കിട്ടുന്നതും ആഹാരത്തിലെ നമ്മുടെ മുൻപാവങ്ങൾ പുറത്തു വരപ്പെടുന്ന വലിയൊരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന് ഒരു ചുക്കാൻ പിടിക്കാൻ എനിക്ക് ഭാഗ്യം തന്നതിലൂടെ ഞാൻ വളരെ നന്ദിയോടെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്യാമ്പുകൾ സന്ദർശിച്ചതിന് ശേഷം രാത്രിയിലെ ഉറക്കം തന്നെ ഞങ്ങൾക്ക് വരാറുണ്ട്. കണ്ട് ഈ ജനത്തെ ചിന്തിക്കുക, ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും പാടുപെടുന്ന ഒരു കാലത്ത് ഇവർ സമൃദ്ധിയുടെ അല്ലെങ്കിൽ പാടങ്ങളുടെയൊക്കെ മുതലാളിമാരായിരുന്നു. ഏകദേശം 80 ലക്ഷം മുസ്ലിങ്ങൾ ബർമയിലുണ്ടായിരുന്നു. അതിൽ ഇന്ന് 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ബർമയിലുള്ളൂ. 10 വർഷം കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടുള്ളത്. 40 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ഈ പെരുന്നാളിന് പോലും അവരെ ചിലരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് വാർത്തകൾ പുറത്തു വന്നത്. ഇത് പലപ്പോഴും പ്രധാനപ്പെട്ട മീഡിയകളും മാധ്യമങ്ങളും ലോകത്തെ മനുഷ്യാവകാശ സംഘടനകളും അവകാശപ്പെടുന്ന സംഘടനകൾ പോലും പുറത്തുവിടാത്ത ഒരു സത്യമാണ് ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നമ്മുടെ മരണം വരെ അഭയാർത്ഥികളായി രാജ്യത്ത് വരുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു നിയ്യത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് എൻ്റെ ഈ ഡൽഹി സന്ദർശനം കൊണ്ട് ഞാൻ നേടിയെടുത്തത്. ഇപ്പോഴും വിവിധ സംഘടനകളെ നമ്മൾ യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ യോജിപ്പിച്ചുള്ളൊരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം, വളരെ കൂടുതൽ ക്ഷാമം ഉണ്ട്. കുടിവെള്ളമില്ല, ശുദ്ധജലമില്ല. നമ്മൾ ആഹാരത്തിനോടൊപ്പം വെള്ളം കൊടുക്കുന്ന അതുകൊണ്ടാണ്. ശുദ്ധജലം അവർക്ക് കുടിക്കാൻ നിവൃത്തിയില്ല. ഒരു നല്ല ലാട്രിൻ സംവിധാനം ഇവിടെ ഇല്ല. അതുപോലെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസത്തിന് കുട്ടികളുടെ 90 കുട്ടികളുള്ളിടത്ത് വിദ്യാഭ്യാസത്തിന് സംവിധാനം. ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുക്കിയ ഈ ഹാളിലാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഏവരുടെയും സന്മനസ്സുകളുടെ കണ്ണ് തുറപ്പിക്കേണ്ട ലക്ഷ്യം. ഹൃദയമുള്ളവർ ഇടപെട്ട് ചെയ്യേണ്ട ഒരു വലിയ ജോലിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറയുന്നവർ തീർച്ചയായും ഈ രംഗത്ത് എന്നാൽ നിരവധി താല്പര്യമുള്ള ചെറുപ്പക്കാരെയും നിരവധി താല്പര്യമുള്ളവരെയും നമുക്ക് ഇവിടുന്ന് സാധിപ്പിക്കാൻ കഴിയുന്ന നല്ല പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ റെക്കോർഡായിരുന്നില്ല കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന നേരത്തെ റെക്കോർഡായിരുന്നു. ഇല്ല, നിങ്ങൾ റെക്കോർഡ് കട്ട് ചെയ്തിട്ടാണ് എനിക്ക് തന്നെ. റെക്കോർഡ് കട്ട് ചെയ്തിട്ടാണ്. റെക്കോർഡ് കട്ട് ചെയ്തതിന് ശേഷം नूर हुसैन एक आदमी सिर्फ बस थोड़ा नूर आयशा एक आदमी नूर आयशा थोड़ा राइस दे दो. राशिदा बेगम कितना? एक 6 आदमी. एक तोरिन तल्ला बाद में आगे जिंदगी ले गया. राशिदा बेगम राइस ज़्यादा आ गया हम दे दूँगा. ये पानी के लिए वो ये अमर शाह 5 5
लगे